ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് ചുരിദാർ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കട്ടിംഗ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഈ മെറ്റീരിയലിൽ നെക്ക് ഡിസൈൻ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ലൈനിങ് വെച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന യു ഷേപ്പ് ഉണ്ടല്ലോ, അതിന് മീതെ അര ഇഞ്ച് നെക്കിൻ്റെ ഒരറ്റം മുതൽ ഈ അറ്റം വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ അര ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ വളഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നെക്കും വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തയ്ച്ച് കഴിയുമ്പോൾ. ഇതിങ്ങനെ ഓൾറെഡി നെക്ക് ഡിസൈൻ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിഫ് വെച്ചായിരിക്കും തയ്ക്കുന്നത്. ഇതിൽ സ്റ്റിഫ് വെച്ച് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് മറിച്ചെടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ കംപ്ലീറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. വരക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളത് നെക്ക് വിട്ട് നോക്കുക എന്നുള്ളതാണ്. ആ മെറ്റീരിയലിൻ്റെ നടുക്ക് നിന്നും നെക്ക് ഡിസൈൻ വരെയുള്ള ആ ഒരു അളവ് ഇവിടെ 3.25 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചേക്കുക. ബാക്ക് നെക്ക് അടിക്കുമ്പോഴും ഈ 3.25 ഇഞ്ച് നമുക്കവിടെ ആവശ്യമാണ്. എന്നിട്ട് നമുക്ക് ആ വരച്ചു കൊടുത്തിരിക്കുന്ന അതിലൂടെ പതിയെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബിഗിനേഴ്സൊക്കെ പതിയെ ചെയ്താൽ മതി. നമ്മൾ സാധാരണ ലൈനിങ്ങിലാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്, പക്ഷേ ഇങ്ങനെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ആണ് നമ്മൾ ഈ ഫെയർ തുണിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാരൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അത് കാരണം പതിയെ വേണം ചെയ്യാനായിട്ട്. അടുത്തത് നമ്മൾ ഫ്രണ്ട് ലൈനിങ് എടുത്തിട്ട് നെക്ക് വിട്ട് 3.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് കറക്റ്റ് ആ 3.25 ഇഞ്ചിലേക്ക് ആ നെക്ക് ലൈൻ വരുന്ന വിധത്തിൽ കറക്റ്റായിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ആം ഹോളിൻ്റെ ഭാഗത്ത് ലൈനിങ് പുറത്തേക്ക് നിൽക്കുന്നത് കാണാമല്ലോ. അത് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ലൈനിങ്ങിൻ്റെ കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് നെക്ക് അടിച്ച് കൊടുക്കുകയാണ്. ആ യു ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് പറ്റേ കൂടി സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അറ്റം വരെ കൊണ്ടുവരിക. സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിച്ച് ഇപ്പുറത്തേക്ക് കയറി പോരാതെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം അടിക്കാനായിട്ട്. അങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിലെ ലൈനിങ് കട്ട് ചെയ്ത് കളയുക. ഫെയർ തുണിയുടെ ഒരു 1/4 ഇഞ്ച് കയറ്റി വേണം കട്ട് ചെയ്ത് കളയാനായിട്ട്. അതിനുശേഷം തുണി ഇങ്ങനെ മറിച്ചതിന് ശേഷം ലൈനിങ്ങിനോട് ചേർത്തൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ മറിച്ചെടുക്കാനായിട്ട്. മറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 1/2 ഇഞ്ചിൽ പതിച്ചടിച്ച് കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെയാണ് പതിച്ചടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും. ഇതിൽ കാണുന്ന ആം ഹോളിൻ്റെ അവിടെ പുറത്തേക്ക് നിൽക്കുന്ന ലൈനിങ്ങിൻ്റെ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നെക്സ്റ്റ് ബാക്കാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് 3 ഇഞ്ച് വിഡ്ത്തിലും 6.5 ഇഞ്ച് ലെങ്ത്തിലും നമ്മൾ ഒരു നെക്ക് വരച്ചെടുക്കുകയാണ്. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം യു നെക്ക് വരച്ചെടുക്കുക. യു നെക്ക് വരച്ചെടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്ത് നീറ്റായിട്ട് എടുക്കുക. അതിനുശേഷം നല്ല തുണിയുടെ ബാക്ക് സൈഡ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം വേണം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. ആ നെക്ക് വിഡ്ത്ത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ നെക്ക് വിഡ്ത്തിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തത് കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ പിന്നെ വെച്ച് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മളൊരു 1/4 ഇഞ്ചിൽ നെക്ക് അടിച്ച് കൊടുക്കുക. നെക്ക് അടിക്കുമ്പോഴും പതിയെ ശ്രദ്ധിച്ച് വേണം അടിക്കാനായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇതേപോലെ നമ്മൾ പതിയെ നെക്ക് അടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചടിച്ച് അറ്റം വരെ കൊണ്ടുവരണം, വളഞ്ഞു പോവുകയും ചെയ്യരുത്.
അതിനുശേഷം ആ നടുക്കുള്ള ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. പിന്നെ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്നിങ്ങനെ ലൈനിങ് ഇതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം ലൈനിങ്ങുമായിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഇതേപോലെ ഫെയർ തുണിയുടെ ആ കുറച്ച് ഭാഗം വരുന്നത് ലൈനിങ്ങിനോട് ചേർത്ത് പതിച്ചടിച്ച് കൊടുക്കണം. മറിച്ചടിക്കുമ്പോൾ നീറ്റായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അറ്റം വരെ അടിച്ചു കൊടുക്കണം. അതിനുശേഷം മറിച്ചെടുത്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചെടുത്ത് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ നെക്ക് നീറ്റായിട്ട് അടിച്ചെടുക്കുക. അടുത്തത് നമ്മൾ ഷോൾഡറാണ് ജോയിൻ ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഈസി മെത്തേഡാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ 1/2 ഇഞ്ചിൽ നമ്മൾ അടിച്ചു കൊടുക്കുക. കെട്ടിട്ട് അടിച്ചു തുടങ്ങിയിട്ട് 1/2 ഇഞ്ചിൽ ഈ അറ്റത്തേക്ക് അടിച്ചു പോരുക. 2 ഷോൾഡറും നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഷോൾഡർ അടിച്ചു കൊടുക്കാനായിട്ട്. ഒരു 2-3 അടിയെങ്കിലും അടിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 അടി അടിക്കുന്നുള്ളൂ. നിങ്ങൾ ചെയ്യാൻ നേരത്ത് 3 അടിയെങ്കിലും കുറഞ്ഞത് കൊടുക്കുക. പെട്ടെന്നൊക്കെ ഇടാൻ നേരത്ത് പെട്ടെന്ന് ഷോൾഡറിൻ്റെ സ്റ്റിച്ചൊന്നും വിട്ട് പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ 2-3 അടിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മറ്റേ ഷോൾഡർ അടിച്ചെടുക്കുക. രണ്ടും സെയിം ആയിട്ട് തന്നെ മുന്നോട്ട്, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഷോൾഡർ ഇങ്ങനെ 2ൻ്റെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെയാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. മറിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഷോൾഡർ 2 അടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്നിങ്ങനെ നിവർത്തിയിട്ടിട്ട് ഷോൾഡറിൻ്റെ വിഡ്ത്ത് അളന്ന് നോക്കാം. 2 ഷോൾഡറും സെയിം ആയിട്ട് വേണം വരാനായിട്ട്. എന്നിട്ടിങ്ങനെ എക്സ്ട്രാ ഇരിക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാലും വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അടുത്തത് സ്ലീവാണ് അടിക്കാൻ പോകുന്നത്. സ്ലീവിന് വേണ്ടി സ്ലീവിൻ്റെ മോശം വശം എടുത്തിട്ട് താഴെ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മടക്കി അടിക്കാൻ വേണ്ടിയാണ് ആ 1 ഇഞ്ച് എടുക്കുന്നത്. മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് പോകാനുള്ള 1/2 ഇഞ്ചും നമ്മൾ എടുക്കും. അടുത്തത് നമ്മൾ സ്ലീവ് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ 1 ഇഞ്ചിൽ ഇതേപോലെ മടക്കി വെച്ചിട്ട് സ്ലീവ് നേരെ അടിച്ചു കൊടുക്കുക. 2 സ്ലീവും സെയിം ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ സ്ലീവ് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ നേരത്ത് ബോഡി പാർട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ആ ഷോൾഡറിൻ്റെ ആ പോയിൻ്റ് വന്നിരിക്കുന്ന ആ ഭാഗത്ത് നടുക്ക് ഭാഗത്ത് കറക്റ്റ് സ്ലീവിൻ്റെ നടുഭാഗം വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്ലീവ് തയ്ച്ചെടുക്കുക. ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും കറക്റ്റായിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ തയ്ച്ചെടുക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മൾ ഷേപ്പ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ വ്യത്യാസം വരും. കറക്റ്റ് 1/2 ഇഞ്ചിൽ തന്നെ ഒരറ്റം മുതൽ ഈ അറ്റം വരെ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ബോഡി മെഷർമെൻ്റൊക്കെ എടുത്തത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഷേപ്പ് ചെയ്തു. അതിങ്ങനെ അടിച്ചടിച്ച് ഇതാണ് ബോഡി ഷേപ്പ് വരുന്നത്. അതിലൂടെ നമ്മൾ അടിച്ചു കൊണ്ടുവന്ന് സ്ലീവ് ലെങ്ത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ കൊണ്ടുവന്ന് ലോക്കിട്ട് കൊടുക്കും. അടുത്തത് നമുക്ക് സ്ലിറ്റാണ് തയ്ച്ചെടുക്കേണ്ടത്. അതിന് മുമ്പ് താഴെ ഇതേപോലെ വന്നിരിക്കുന്ന ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അതും ഒരു 1 ഇഞ്ച് വലിപ്പത്തിൽ ബാക്ക് സൈഡിൻ്റെയും ഫ്രണ്ട് സൈഡിൻ്റെയും അകത്ത് വരുന്ന ലൈനിങ് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കുക.
അതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. നമ്മളിങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് സ്ലിറ്റാണ് അടിച്ചു കൊടുക്കാനുള്ളത്. സ്ലിറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നേരെ ഇങ്ങനെ പിടിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം അവിടെ ഒന്ന് മടക്കിയിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. അങ്ങനെ പല പല ഭാഗത്തായിട്ട് പിൻ വെച്ച് കുത്തി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോതിരിക്കാനായിട്ട് ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആ അറ്റത്തുനിന്ന് ഇതേപോലെ അടിച്ചടിച്ച് വരിക. ലാസ്റ്റ് സ്ലിറ്റ് ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗം വരുമ്പോൾ അവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് കുത്തി കൊടുക്കുക. കുത്തി നിർത്തണം. എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പ് വരുന്ന രീതിയിൽ നേരെ ജസ്റ്റ് ഒരടി ഇങ്ങോട്ട് അടിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തിൻ്റെ സ്ലിറ്റും ഇതേപോലെ മടക്കി അടിച്ച് വെച്ച് താഴത്തേക്ക് അടിച്ചു പോരുക. 2 സ്ലിറ്റും ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ബിഗിനേഴ്സൊക്കെ എപ്പോഴും പിൻ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം മാത്രമേ സ്ലിറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് 2 സ്ലിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുക, സ്ലിറ്റൊക്കെ നീറ്റായിട്ടാണോ കിട്ടിയിരിക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ഒറ്റയടിയെ ഷേപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതും ഒന്ന് 2-3 അടി അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്ലിറ്റ് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നീറ്റായിട്ട് തന്നെ നമുക്കെല്ലാം ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.